ഓട്ടോറിക്ഷകൾ മീറ്റർ ഇടാതെ സർവീസ് നടത്തിയാൽ ഇനി മുതൽ യാത്രക്കാർ പണം നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് സർക്കാർ എത്തുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് അടുത്ത ദിവസം തന്നെ പുറത്തിറങ്ങുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധം ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും യൂണിയനുകളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരികയാണ്. ഈ സംഭവത്തിൽ ഈ വിഷയത്തിൽ എന്താണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പറയാനുള്ളത് എന്ന് നോക്കാം. തീരുമാനം നടപ്പിലാകുന്ന തീരുമാനമല്ല. ഇത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണോ ഗണേഷ് കുമാറിൻ്റെ തീരുമാനമാണോ നമുക്കറിയേണ്ടത്. ഇത് ഗവൺമെൻറ്റിന് ദോഷം ചെയ്യുന്ന തീരുമാനം തന്നെയാണ്. ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരുടെ തൊഴിൽ മേഖലയാണ് ഓട്ടോറിക്ഷ ഫീൽഡ്. ഈ ഗ്രാമപ്രദേശമാണ്, ഇത് പഞ്ചായത്ത് ഏരിയയാണ്. ഈ പഞ്ചായത്ത് ഏരിയയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ പോയാൽ ഇപ്പം ഞങ്ങൾ 80 രൂപ മേടിക്കുന്നിടത്ത് മീറ്ററിന് 40 രൂപ കാണിക്കത്തുള്ളൂ. 40 രൂപ കാണിച്ചാൽ അവിടെ ചെല്ലുന്ന യാത്രക്കാരന് ഞങ്ങളും അടിവെക്കണം. അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നത് 10 രൂപ റിട്ടേൺ ചാർജിന് ഇങ്ങോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഈ തീരുമാനം ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണോ ഗണേഷ് കുമാറിൻ്റെ തീരുമാനമാണോ എന്ന് ഞങ്ങൾക്ക് അറിയേണ്ടത്. അത് പുള്ളിക്ക് പറയാമല്ലോ. ഞങ്ങൾ സാധാരണക്കാരല്ലേ, ഞങ്ങൾക്ക് പൈസ കിട്ടാൻ അരി മേടിക്കാൻ പറ്റത്തില്ലല്ലോ. അന്നന്ന് ഓടി കിട്ടുന്ന പൈസ കൊണ്ട് അരി മേടിക്കുന്ന ആളുകളെ ഞങ്ങൾ. അപ്പോൾ പുള്ളിക്കത് പറയാം. പുള്ളി നല്ല മന്ത്രി തിരിക്കുമല്ലേ, ഞങ്ങൾക്കത് പറയാൻ പറ്റും. സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ട് പുള്ളിക്ക് അറിയത്തില്ല. അത് മുഖ്യമന്ത്രി അതിന് തീരുമാനം എടുക്കണ്ടേ. സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ട് മുഖ്യമന്ത്രിക്ക് അറിയാം. മുഖ്യമന്ത്രി തീരുമാനം എടുക്കണം. മനസ്സിലായില്ല. ഏറ്റവും കൂടുതൽ ഈ തൊഴിൽ മേഖലയിൽ നിന്ന് ഈ CPM വോട്ട് ചെയ്യുന്ന ആളുകളായി ഈ തൊഴിൽ മേഖല ചെയ്യുന്നത് കൂടുതലും. അപ്പോൾ ആ ഗവൺമെൻറ് തന്നെ ദോഷം ഉണ്ടാക്കുന്ന തീരുമാനം ഇത്. അപ്പോൾ ഗണേഷ് കുമാറിന് പറയാം, പക്ഷേ മുഖ്യമന്ത്രി നല്ല തീരുമാനം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. എങ്ങനെ ഞങ്ങൾ ഇത് നടപ്പിലാക്കിയാൽ ഞങ്ങളുടെ കാര്യം ഗതികേടാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ മന്ത്രിമാരും ഇതൊക്കെ പറയുന്ന വെറും മണ്ടൻ ബാലകങ്ങളാണ്. ഞങ്ങൾ ഈ കുട്ടനാട്ടിലെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറും തോടും പോലെയാണ് റോഡുകൾ കിടക്കുന്നത്. ഈ റോഡ് കിടക്കുന്നിടത്ത് എങ്ങനെ മീറ്റർ ഇട്ട് വണ്ടി ഓടും? നിയമത്തിൻ്റെ വഴി, റോഡിൻ്റെ വഴി. ഇവിടെ കുട്ടനാട്ടിൽ ഒരു റോഡ് ഇതുവരെ ആയിട്ടില്ല. 107 രൂപയുടെ പെട്രോളും 25 രൂപയുടെ ഓയിലും ഒഴിച്ച് 140 രൂപ മുടക്കാണ് പെട്രോൾ വണ്ടി ഓടുന്നത്. ഈ മീറ്റർ ഇട്ട് ഈ ഇടവഴിക്കോട് ഓടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്നാ കാശ് കിട്ടും? അത് മന്ത്രിമാർക്ക് അവിടെ കസറയിരുന്ന് പറയാം, അംഗീകരിക്കത്തില്ല. അത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാലും അത് അവർ മാറിമാരുന്ന മന്ത്രിമാർ ആർട്ടിഒമാർ അവർ കാശുണ്ടാക്കുന്നു. ഒരു വണ്ടി ടെസ്റ്റ് ചെയ്യാൻ ചെന്നാൽ 300 രൂപ ഫീസ് ഇടന്ന് 750-1000 രൂപ മേടിക്കുന്നത്. അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഒന്നാമതെ ഈ കോവിഡ് മഹാമാരി വന്നപ്പോൾ മുതൽ 2 വീലറിൻ്റെ ബഹളമാണ്. 5 പൈസയുടെ ഓട്ടോ ഇല്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്നു കഴിഞ്ഞാൽ നമ്മളൊരു കൂലിപ്പൈസയുടെ പൈസ പോലും ഒപ്പിക്കുന്നില്ല. 1000 രൂപ രാവിലെ ഒരു മണിക്ക് പോയാൽ അവന് കിട്ടും. ഞങ്ങളിത് വൈകുന്നേരം ചെന്നാൽ ഞങ്ങൾക്ക് 500 രൂപ ഇല്ല. പെട്രോളും കഴിഞ്ഞ് ടീക്കാരനും കഴിയുമ്പോൾ ഒന്നുമില്ല. 200 രൂപ 100 രൂപ ആയിട്ടാണ് വീട്ടിൽ പോകുന്നത്. പിന്നെ ഇങ്ങനെയുള്ള മണ്ടം മാക്രിയാടുന്ന വർത്തമാനങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ് ജീവിക്കാൻ. ഇപ്പം തന്നെ ഓടുന്ന കിലോമീറ്ററിനനുസരിച്ച് ബാക്കിയുള്ള സാധനത്തിനെല്ലാം വില കൂടുതലാണ്. സ്പെയർ പാർട്സിന് വില കൂടുതൽ, ഡീസലിന് വില കൂടുതൽ, ടാക്സ്, ഇൻഷുറൻസ് എല്ലാം കൂടുന്നുണ്ട്. അക്കാര്യത്തെക്കുറിച്ച് യാതൊരു ഇതുമില്ലാതെ ഓട്ടോറിക്ഷക്കാർ ഓടുന്ന ഈ പൈസ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ശരിയായ നടപടിയല്ല. ഈ മീറ്റർ ഇട്ട് ഓടുമ്പോഴത്തേക്ക് വൺ സൈഡ് ഓടുമ്പോഴത്തേക്ക് തന്നെ ഇപ്പോൾ 10 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് 10 കിലോമീറ്റർ ഓടുമ്പോൾ 300 രൂപ. അതിപ്പോൾ 10 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് നമുക്ക് മീറ്ററിനകത്ത് 150 രൂപ കാണിക്കത്തുള്ളൂ. ആ 150 രൂപ കിട്ടിയാൽ നമുക്ക് മുതലാകത്തില്ല. അതാണ് ഒരു കാര്യം. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത്. ഇപ്പോൾ കിട്ടുന്ന ചാർജ് തന്നെ മനുഷ്യൻ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ അവസ്ഥയിൽ ഇതും കൂടെ കുറച്ച് പകുതിയെ കിട്ടുന്നുള്ള ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. കാരണം സർക്കാർ ജീവനക്കാരുടെ എല്ലാം DAയും ആക്ടിവിറ്റിയും പ്രോവിഡന്റ് ഫണ്ടും എല്ലാം കൂട്ടുന്നുണ്ട്. ഓട്ടോറിക്ഷക്കാർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇല്ല. ഈ കിട്ടുന്നത് അവരുടെ നിന്ന് വെട്ടിക്കുറയ്ക്കാൻ പോവാണ്. അത് ശരിയായ നടപടിയല്ല. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. മീറ്ററിട്ട് ഓടുന്നതിൽ ഒരു നേട്ടവും ഓട്ടോക്കാർക്കില്ല. ഒരു പ്രയോജനമില്ല. നമുക്ക് ഈ ഒരു ദിവസം മുഴുവൻ വയ്യോളം ഓടിയാൽ പോലും നമ്മൾ 300 രൂപയ്ക്ക് പോലും വയ്യോളം ഓടിയാൽ പോലും ഓടത്തില്ല. അപ്പം ഇതുകൊണ്ട് ഒരു പ്രയോജനം ഞങ്ങൾക്ക് ഇല്ലെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ തീരുമാനം പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ ഒക്കത്തില്ല. അത്രയും ഒരു തീരുമാനം ഈ മന്ത്രി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മാറ്റി ഒരു തീരുമാനം ഉണ്ടാകണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ ഓട്ടോക്കാരെല്ലാവരും. ഈ മീറ്ററിൻ്റെ ചാർജ് ഈ പിന്നെ യാത്ര പോകുന്ന ഒരു തരത്തുള്ളൂ. അപ്പം ഞങ്ങളങ്ങനെ പൈസ വാങ്ങിക്കും. മന്ത്രി അവിടെ നിന്ന് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇറങ്ങി വന്ന് മനസ്സിലാക്കണം കാര്യങ്ങൾ. എല്ലാ സാധനത്തിനും വില കയറി വരികയാണ്. ഓട്ടോ കൊണ്ട് ജീവിക്കാനായിട്ട് മാർഗ്ഗമില്ല. അതും പറഞ്ഞ് ഞങ്ങളാരും കൂടുതൽ ചാർജൊന്നും വാങ്ങിക്കുന്നില്ല. ഒക്കെ ചുമ്മാ പറയുന്നത് അത് നമുക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല. അല്ലെ മീറ്റർ റെഡിയാക്കണം. ഞങ്ങൾ ഓടുന്ന പൈസ കറക്റ്റ് മീറ്റർ ഇത്ര രൂപ ആയിരിക്കണം. ഞങ്ങൾ ഗ്രാമപ്രദേശത്ത് കിടന്ന് ഓടുന്ന 60 രൂപ ഓട്ടോ ഓടിയ മീറ്ററെ 60 രൂപ കാണിക്കണം. അല്ല പകുതി കാണിച്ചാൽ എങ്ങനെയാണ്? യാത്രക്കാരനായിട്ട് പിന്നെ കിടന്ന് വഴക്കുണ്ടാക്കേണ്ടി വരും. കറക്റ്റ് 2 കിലോമീറ്റർ ഓടി അവിടെ ചെല്ലുമ്പോൾ ഈ പൈസ 60 രൂപ കാണിക്കണം. ഈ മീറ്ററെ നമുക്ക് സമ്മതമാണ്. ഞങ്ങൾക്ക് എല്ലാം വെയിറ്റിംഗ് ചാർജ് കിടക്കണമെങ്കിൽ ആ വെയിറ്റിംഗ് ചാർജ് മീറ്റർ വരും. മീറ്റർ ഇട്ടില്ലെങ്കിൽ ഇത് പൈസ കൊടുക്കേണ്ടെന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പം ഗതാഗത മന്ത്രിയുടെ അഭിപ്രായത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. പക്ഷേ അത് ഒരിക്കലും ഞങ്ങൾ ഈ തൊഴിലാളികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് നടക്കുന്ന ഒരു കാര്യമല്ല. എന്താണെന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ ഒരു വേതനമാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് ലഭിക്കുന്നത്. ഇവിടെ അടുത്ത് 1 കിലോമീറ്റർ അടുത്തൊക്കെ ആയിട്ടുള്ള ഓട്ടങ്ങളൊക്കെയാണ് ഇവിടെ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അതിൽ നിന്ന് ഞങ്ങൾക്ക്
തീരെ വരുമാനം ലഭിക്കുന്നില്ല. 300, 350 രൂപ ഒരു ദിവസമൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ അശാസ്ത്രീയമായ നടപടിയാണ് സ്വീകരിക്കുന്നത്. ഇതിനെ ഞങ്ങൾക്ക് അങ്ങേയറ്റമുള്ള പ്രതിഷേധം ഉണ്ട്. അപ്പോൾ ഈ ഒരു തീരുമാനത്തിൽ നിന്നും മന്ത്രി ഒഴിവാകണമെന്നാണ് ഞങ്ങളുടെ മന്ത്രിസഭയും ചർച്ച ചെയ്തുകൊണ്ട് ഇത് ഒഴിവാക്കി തരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ കിട്ടുന്ന ഓട്ടം എന്ന് പറഞ്ഞാൽ അടുത്തുള്ള ചെറിയ ചെറിയ ഓട്ടങ്ങളാണ് കിട്ടുന്നത്. ആ ഓട്ടത്തിലേക്ക് നമ്മൾ മീറ്റർ ഇട്ട് ഓടിയാൽ നമുക്ക് എത്ര രൂപ അവർ തരും? പിന്നെ നമ്മൾ ചെയ്യുന്ന അവരോട്ട് അടി ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ. സാധാരണപ്പെട്ട ജനങ്ങളാണ് ഇപ്പോൾ ഈ ഓട്ടോറിക്ഷയിൽ കയറുന്നത്. മീറ്ററിൻ്റെ ഗുണമുണ്ട്, ദോഷഫലങ്ങളും ഉണ്ട്. ഒരു പക്ഷേ നമ്മൾ ഇച്ചിരി ലോങ്ങിൽ പോകുമ്പോഴത്തേന് ഈ മീറ്റർ ഇട്ട് ഓടുന്ന നമുക്ക് പ്രയോജനം വരും. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അവിടെ ചെന്ന് അവർ വെയിറ്റ് ചെയ്യുന്നുള്ള ആ പൈസ കിട്ടും. മീറ്റർ ഇട്ടില്ലെങ്കിൽ പൈസ കൊടുക്കണ്ട, അത് അങ്ങനെ വണ്ടിയിൽ എല്ലാ ഓട്ടോറിക്ഷയിലും സ്റ്റിക്കർ അടിച്ച് വെക്കുമെന്നാണ് ഗതാഗത മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പാവപ്പെട്ടവരിൽ അരിയിൽ മണ്ണ് വാരിയിടുന്നൊരു പരിപാടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 36 ഓട്ടോറിക്ഷയുണ്ട്. ഈ 36 ഓട്ടോറിക്ഷക്കാർ എല്ലാം സാധാരണപ്പെട്ട ആൾക്കാരാണ്. മറ്റു വരുമാനം ഒന്നുമില്ലാതെ ഒരുപാട് 300 രൂപ പോലും തികച്ചോടാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോൾ കിടക്കുന്നു. ഇവിടെ അപ്പുറേ വണ്ടിയുണ്ട്, എല്ലായിടത്തും വണ്ടിയുണ്ട്. പാവപ്പെട്ട, അതായത് അരിയും സാധനങ്ങളും മേടിച്ചുകൊണ്ട് പോകുന്നവർ മാത്രമാണ് ഇപ്പോൾ വണ്ടിയിൽ കയറുന്നത്. അല്ലാത്തവർക്കെല്ലാം കാറുണ്ട്, ബൈക്കുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ സംഭവം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് എതിർക്കുക തന്നെ ചെയ്യും. മണ്ടൻ തീരുമാനം തന്നെയാണ്. ആ തീരുമാനം ഞങ്ങൾക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. ഇവിടെ കിടക്കുന്ന ഓരോ വണ്ടിക്കാരെടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളത്. ഈ ഒരു ദിവസം ഇപ്പോൾ ശരാശരി ഓടുന്നത് 300 രൂപയ്ക്ക് ശരാശരി ഓടുന്നത്. കടയിൽ ചെന്ന് കയറി പോക്കറ്റ് നോക്കിയാൽ പിന്നെ പൈസയൊന്നുമില്ല. അതാണ് ഇപ്പോൾ നടക്കുക. അതുകൊണ്ട് ഇത് നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. മീറ്റർ ഇട്ടില്ലെങ്കിൽ ചാർജ് തരില്ല എന്നുള്ളത് മോട്ടോർ വാഹനത്തിൻ്റെ ഒരു തീരുമാനത്തോടെ നമുക്കൊരിക്കലും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് നമ്മൾ യൂണിയനുമായിട്ട് ചേർന്ന് അതിനെതിരെ ശക്തമായി ഉള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. മുൻപ് പല സർക്കാരുകളും പല ഗതാഗത മന്ത്രിമാരും നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ട് പാളിപ്പോയതാണ്. അപ്പോഴൊക്കെയും ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയനുകളുടെ ഭാഗത്തു നിന്ന് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. ഇപ്പോഴും അവസ്ഥ അതുതന്നെയാണ്. എല്ലാ യൂണിയനുകളും ഈ വിഷയത്തിൽ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കുറി എന്താണ് സംഭവിക്കുക എന്ന കാത്തിരുന്ന് കാണാം. ആലപ്പുഴ കെടങ്ങറയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.